48-കാരിയെ 25-കാരൻ വിവാഹം കഴിച്ചുവെന്ന വ്യാജ പ്രചാരണത്തിൽ മനം നൊന്ത് മാനസിക സമ്മർദ്ദത്തിലായ നവദമ്പതികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 15 കോടി ആസ്തിയുള്ള 48-കാരിയെ 25-കാരൻ വിവാഹം കഴിച്ചെന്നായിരുന്നു ദിവസങ്ങളായി മലയാളം സോഷ്യൽ മീഡിയ ഫീഡുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിച്ചത്. കണ്ണൂർ ചെറുപുഴ സ്വദേശികളായ അനൂപ് പി സെബാസ്റ്റ്യന്റെയും ജൂബി ജോസഫിന്റെയും പത്രത്തിൽ നൽകിയ വിവാഹ പരസ്യമാണ് സാമൂഹിക മാധ്യമങ്ങളിൽ പരിഹാസമായി മാറിയത്. തുടർന്നുണ്ടായ വ്യാജ പ്രചരണവും സൈബർ ആക്രമണവും കാരണം മാനസിക സമ്മർദ്ദം മൂലമാണ് നവദമ്പതികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നതെന്ന് അനൂപിന്റെ അച്ഛൻ ബാബു മാധ്യമങ്ങളെ അറിയിച്ചു. എന്നാൽ തങ്ങളുടെ രൂപം അളന്ന് വ്യാജപ്രചാരണം നടത്തിയവർക്കെതിരെ നിയമ നടപടികൾക്കൊരുങ്ങുകയാണ് നവദമ്പതികളായ അനൂപും ജൂബിയും. മലയാളികൾക്കിടയിൽ സർവ്വസാധാരണമായ ബോഡി ഷെയ്മിങ്ങിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഇതെന്നാണ് സമൂഹത്തിലെ ഒരു വിഭാഗത്തിന്റെ നിലപാട്. പണം മോഹിച്ചാണ് സുന്ദരനായ വരൻ പ്രായം കൂടിയ വധുവിനെ വിവാഹം കഴിച്ചതെന്നായിരുന്നു സമൂഹ മാധ്യമങ്ങളിലെ ഒരു വിഭാഗം ചമച്ചുവിട്ടത്. മോശം വാക്കുകൾ ഉപയോഗിച്ചുള്ള അധിക്ഷേപങ്ങളാണ് വാട്സാപ്പിലും ഫേസ്ബുക്കിലും മറ്റും ഇവർക്കെതിരെ പ്രചരിച്ചത്. വധുവിന് പ്രായം 45, വരന് 25, പെണ്ണിന് ആസ്തി 15 കോടി 101 പവൻ സ്വർണവും 50 ലക്ഷം രൂപയും സ്ത്രീധനം. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന സന്ദേശങ്ങളിൽ ഒന്നായിരുന്നു ഇത്. എന്നാൽ ഈ പ്രചരണങ്ങളെല്ലാം കള്ളമാണെന്ന് അനൂപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. തങ്ങളുടെ ഫോട്ടോ വെച്ച് തെറ്റായ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെന്നും അനൂപ് വ്യക്തമാക്കുന്നു. പഞ്ചാബിൽ എയർപോർട്ട് ജീവനക്കാരനാണ് 29-കാരനായ അനൂപ്. ടൂറിസത്തിൽ 1ാം റാങ്കോടെ ബിരുദാനന്തര ബിരുദം നേടിയ 27-കാരിയാണ് ജൂബി. ഫെബ്രുവരി 4-നായിരുന്നു ഇരുവരുടെയും വിവാഹം. കോളേജിൽ പഠിക്കുമ്പോൾ ആരംഭിച്ച പ്രണയം വിവാഹത്തിലെത്തുകയായിരുന്നു. ജൂബിയേക്കാൾ 2 വയസ്സിന് മുതിർന്നയാളാണ് അനൂപ്. ചെറുപ്പം മുതലേ കുറച്ച് തടിച്ച പ്രകൃതമാണെന്നും സാരി കൂടെ ഉടുത്തപ്പോൾ പ്രായം കൂടുതൽ തോന്നിയതാവാമെന്നും എന്നാൽ വിവാഹം കഴിഞ്ഞ് പുതിയൊരു വീട്ടിലേക്ക് പോകുന്ന പെൺകുട്ടിക്ക് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ എത്രമാത്രം വേദനയുണ്ടാക്കുമെന്ന് പോലും ഓർക്കാതെ പ്രചരിപ്പിച്ചവർ യഥാർത്ഥത്തിൽ മനോരോഗികളാണെന്നും എന്തായാലും ഇതൊന്നും കണ്ട് കരഞ്ഞു തളർന്നിരിക്കാൻ ഞങ്ങളില്ലെന്നും ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കാൻ കാത്തിരിക്കുകയായിരുന്നുവെന്നും അപവാദ പ്രചാരണം നടത്തിയവർക്കെതിരെ കേസ് കൊടുക്കാൻ തന്നെയാണ് തീരുമാനമെന്നും ജൂബി പറയുന്നു. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.